നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രോൺസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന പ്രോൺസിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് പുരട്ടി മാറ്റി വെക്കണം കുറച്ച് നേരം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ഈ റെസിപ്പിക്ക് നല്ലപോലെ പ്രോൺസ് നല്ല ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പം നല്ലപോലെ നമ്മളത് വറുത്ത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മളിത് എണ്ണയിൽ നിന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം. 20 ചെറിയ ടൈപ്പ് വെളുത്തുള്ളി എടുത്തേക്കുന്നത്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2-3 കീറിയിടാം. പിന്നെ നമ്മൾ ചെറിയ വെളുത്തുള്ളി ഒരു 20 എണ്ണം, ഒരു മീഡിയം സൈസിലെ ഇഞ്ചി എടുക്കുക. എന്നിട്ട് എരിവിന് ആവശ്യമായുള്ള പച്ചമുളക് ഇതെല്ലാം നുറുക്കി വെക്കുക. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യണ്ട, ഒരു നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവാപ്പൊടിയാണ് ഇടുന്നത്. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കായപ്പൊടി ഒരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കൊഞ്ചും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കൊഞ്ചും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി രുചി ഒന്ന് കൂട്ടാൻ വേണ്ടി ഇത്തിരി പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നന്നായി തണുത്തതിന് ശേഷം ഗ്ലാസ് ജാറിനകത്തൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. കുറച്ച് 1-2 ദിവസം പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രോൺസ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ, ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.